ഫോൺ വഴി വധഭീഷണി ഉണ്ടാകുന്നു എന്ന് യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദ് ഇന്നലെ രാത്രിയോടെയാണ് ഫോൺ കോളുകൾ വന്നത്. നിന്റെ സുഹൃത്ത് സുഹൈബിൻ ഉണ്ടായ അവസ്ഥ തനിക്കും ഉണ്ടാകും എന്നാണ് ഭീഷണി സന്ദേശം എത്തുന്നത്. വിവരങ്ങളുമായി CK വിജയം ചേരുന്നുണ്ട്. CK, നേരത്തെ കേസുമായി ബന്ധപ്പെട്ടൊക്കെയാണോ ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം ഫർസീൻ മജീദിന് ഉണ്ടാകുന്നത്? എന്താണ്, എവിടെ നിന്നാണ് ഈ സന്ദേശം എത്തിയതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന? പോലീസിനെ പരാതി അറിയിച്ചിട്ടുണ്ടോ? പ്രജീഷ്, മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയിൽ പറയുന്നത് വിദേശത്ത് നിന്നുള്ള 2 നമ്പറുകളിൽ നിന്നുള്ള ഫോൺ കോളാണ്. അതായത് 971521197662 എന്ന് പറയുന്ന ഒരു ഫോണിൽ നിന്നും 971566468192 എന്നീ 2 നമ്പറുകളിൽ നിന്നാണ് ഫോൺ കോളുകൾ വന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി 1-ാം തീയതി പുലർച്ചയോടുകൂടിയാണ് ഈ ഫോൺ കോളുകൾ വന്നത്. അതിൽ പറയുന്ന കാര്യം, ഭരണമുണ്ടായതുകൊണ്ടാണ് തന്നെയൊന്നും കൊല്ലാതിരുന്നത്, ഭരണം ഇപ്പോൾ ഇല്ല, ഭരണം മാറിയതുകൊണ്ട് ഇനിയിപ്പോൾ നിന്നെ വധിക്കും എന്ന രീതിയിലുള്ള സംഭാഷണമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിന് അനുകൂലമായ ഒരു ഫർസീൻ മജീദ് ഇത് പറയുന്നത് ഒരു രാഷ്ട്രീയ സാഹചര്യത്തോട് ചേർത്ത് വെച്ചാണ്. അതായത് 2022 ജൂൺ 13-ാം തീയതി ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഫർസീൻ മജീദിനെതിരെ ഒരു കേസെടുത്തിരുന്നു. ആ കേസിൽ ഇപ്പോൾ ഈ കോടതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഫർസീൻ മജീദ് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയിരുന്നു. ആ കേസിൽ അത്തരത്തിലൊരു വധശ്രമമല്ല നടന്നത് എന്ന് പോലീസിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലാവുകയും പിന്നീട് അത് ഒരു പ്രതിഷേധം മാത്രമായി കണക്കാക്കുകയും ചെയ്തിരുന്നു. ആ കേസ് ഇപ്പോൾ തിരിഞ്ഞ് മുഖ്യമന്ത്രിയുടെ PA സുനീഷിലേക്കും അതോടൊപ്പം തന്നെ അനിലിലേക്കുമെല്ലാം തന്നെ ആ കേസ് എത്തുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ മൊഴി കൊടുത്ത് അധികം വൈകിയ ദിവസം മുൻപാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം അല്ലെങ്കിൽ ഭീഷണി ഫോൺ കോൾ ഉണ്ടാകുന്നത്. അതാണ് ഫർസീൻ മജീദ് ഇത് ഗൗരവത്തിലെടുക്കാനുള്ള കാരണവും. ശരി, CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്.